അഗ്നി 5 മിസൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. അതിന്റെ ദൂരപരിധിയായിട്ട് ഇന്ത്യ ഒഫീഷ്യലി 5500 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി എന്നെങ്ങാണ്ടേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ പൊതുവെ 8000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈലായിട്ട് അഗ്നി 5 പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല 8000 കിലോമീറ്റർ പോകുമെന്നൊന്നും. ഇന്ത്യ 5000+ ഓർ 5500+ കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 5000+ എന്ന് പറയുമ്പോൾ അത് എവിടെ വരെ വേണേലും ആവാം. ഇപ്പം 5500+ എന്ന് പറഞ്ഞാൽ എവിടെ വരെ വേണേലും ആവാം. സോ അത് എവിടെ വരെ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. അതാണ് അഗ്നി 5. റീസെൻ്റ് ആയിട്ട് ഇന്ത്യ അഗ്നി 5 കുറേയേറെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ഈവൻ അതിൽ MIRV ടെക്നോളജി വരെ ഇംപ്ലിമെന്റ് ചെയ്തു. അതിന്റെ ഭാരം കുറച്ചു, അതിൽ കുറെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. ശരിക്കും അഗ്നി 5 മിസൈലിനെ ഇന്ത്യ വളരെ ആധുനികമായി പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അഥവാ പരിഷ്കരിച്ചു കഴിഞ്ഞു. ഈ MIRV ടെക്നോളജി എല്ലാവർക്കും അറിയാലോ. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ MIRV ടെക്നോളജി കൈവശമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എന്ന് വെച്ചാൽ ഒന്നിലേറെ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലായിട്ട് ഇന്ന് അഗ്നി മിസൈൽ മാറിയിട്ടുണ്ട്. ഇതൊരു സ്ഥലത്ത് വന്ന് ഈ ഒരു മിസൈൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പല പല പോർമുനകൾ വേർപെട്ട് പല ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു. ഈ പോർമുനകളുടെ കൂട്ടത്തിൽ തന്നെ ഡെമോകളും ഉണ്ടാവും, അതായത് മറ്റു രാജ്യങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഗ്നി 5 മിസൈൽ എന്ന് പറയുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലാണെന്ന്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നാഷണൽ മീഡിയാസും ചില ചൈനീസ് എക്സ്പേർട്സിന്റെയും ഒക്കെ ഡിസ്കഷൻസ് കാണുമ്പോൾ അവരൊക്കെ ഉയർത്തുന്ന ഒരു സംശയം അഗ്നി 5 എന്ന് പറയുന്നത് 10000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ ആകും എന്നുള്ളതാണ്. ഈവൻ ഇന്ത്യയുടെ ചില ദേശീയ മാധ്യമങ്ങൾ പോലും ഇതിനെക്കുറിച്ച് വീഡിയോകൾ ചെയ്തതായിട്ട് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അഗ്നി 5 10000 കിലോമീറ്റർ അല്ലെങ്കിൽ അതിന് മുകളിൽ ദൂരപരിധിയുള്ള ഒരു മിസൈലാണെന്ന് നമ്മുടെ രാജ്യം എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും ഈ മിസൈൽ 10000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്ന് ഒഫീഷ്യലായിട്ട് എവിടെയും പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കും അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ നിലവിൽ നടക്കുന്ന ഡിസ്കഷൻസിനെ കുറിച്ചും എന്തുകൊണ്ടാണ് അത് നടക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇങ്ങനൊരു വാദം അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരും വിദേശ ഏജൻസികളും മാധ്യമങ്ങളും ഒക്കെ ഉന്നയിക്കുന്നതിന് പ്രധാനമായിട്ട് 4 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, പേലോഡ് ഭാരവും ദൂരപരിധിയും. ഔദ്യോഗികമായിട്ട് 5500 കിലോമീറ്റർ പരിധിയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും ഇത് ഭാരമേറിയ ഒരു സിംഗിൾ വാർഹെഡ് കണക്കാക്കിയിട്ടുള്ളതാണ്. കാർബൺ ഫൈബർ കോമ്പോസിറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മിസൈലിന്റെ ഭാരം ഇന്ത്യ 20% കുറച്ചിട്ടുണ്ട്. 20% ഭാരം കുറയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മാറ്റമാണ്. കാരണം ഇതോട് കൂടിയിട്ട് ഭാരം കുറഞ്ഞ വാർഹെഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ മിസൈലിന് 7000 മുതൽ 10000 കിലോമീറ്ററിലധികം ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. 2, ഇന്ത്യയുടെ ഒരു നയതന്ത്ര തലത്തിൽ തന്ത്രപരമായ ഒരു നിലപാടായിരിക്കണം ഇതിന്റെ ദൂരപരിധി 5500 കിലോമീറ്റർ ആയിട്ട് നിശ്ചയിച്ചത് എന്ന് കരുതപ്പെടുന്നു. കാരണം അതിനു മുകളിൽ ദൂരപരിധിയുള്ള മിസൈലുകളെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളായിട്ടാണ് കണക്കാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളെയോ യൂറോപ്പിനെയോ അനാവശ്യമായി ആശങ്കപ്പെടുത്താതെ ഏഷ്യൻ മേഖലയിലെ ലക്ഷ്യങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യമാണ് ഇന്ത്യ കൈവരിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അഗ്നി 5 10000 കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നറിഞ്ഞാൽ അനാവശ്യമായ ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുൾപ്പെടെ ഉണ്ടാവും. ഇന്ത്യ അഗ്നി 6 മിസൈലിന്റെ യാതൊരു വിവരങ്ങളും പബ്ലിക് ആക്കിയിട്ടില്ല. സൂര്യ മിസൈലിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പബ്ലിക് ആക്കിയിട്ടില്ല. കാരണം സൂര്യ മിസൈൽ 16000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധി ഉണ്ട് എന്നും അഗ്നി 6 12000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലാണ് എന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് ഇന്ത്യ എവിടെയും സമ്മതിക്കുകയോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി MIRV സാങ്കേതിക വിദ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു. മിഷൻ ദിവ്യാസ്ത്ര പരീക്ഷണത്തിലൂടെ ഒന്നിലധികം ചെറുവ്യാപ്തിയുള്ള വാർഹെഡുകൾ ഒരേ സമയം വഹിക്കുവാൻ അഗ്നി 5 സജ്ജമായിട്ടുണ്ട്. വാർഹെഡുകളുടെ ഭാരം കുറയുമ്പോൾ ബൂസ്റ്റർ റോക്കറ്റുകൾക്ക് കൂടുതൽ വേഗത ലഭിക്കുകയും സഞ്ചാര പഥത്തെ വീണ്ടും ദീർഘിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും. 4മതായിട്ട് വിദേശ രാജ്യങ്ങളുടെ നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ മിസൈലിന്റെ 50 ടൺ ഭാരവും 3 ഘട്ടങ്ങളുള്ള ഖര ഇന്ധന ശേഷിയും പരിശോധിക്കുമ്പോൾ ഇതിന് 10000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുണ്ട് എന്നാണ് ചൈനീസ് പ്രതിരോധ സ്ഥാപനങ്ങളും പാശ്ചാത്യ തിങ്ക് ടാങ്കുകളും അവകാശപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, റീസെന്റ് ആയിട്ട് ഇന്ത്യ അഗ്നി 5 ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ഭാരം കുറച്ചിട്ടുണ്ട്, MIRV ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഈ മിസൈൽ 10,000 കിലോമീറ്റർ ദൂരപരിധി ഉള്ളതായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം ഒഫീഷ്യലായിട്ട് എവിടെയും അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മിസൈലിനെ ശത്രു രാജ്യങ്ങൾക്ക് തടയാനേ പറ്റില്ല. ഈ മിസൈൽ ഏത് തരം എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ലക്ഷ്യം ഭേദിക്കാൻ ശേഷിയുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലാണ്. സോ ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ റഷ്യയോളം തന്നെ ലോകത്തിലെ മികച്ച ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയെയും അല്ലെങ്കിൽ യൂറോപ്യൻ മിസൈൽ ടെക്നോളജിയെയും പോലും വെല്ലുന്ന തരത്തിൽ ഇന്ത്യ മിസൈൽ സാങ്കേതിക വിദ്യയിൽ അസാധ്യമായ പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ചൈന അടക്കമുള്ള രാജ്യങ്ങളെ ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നതും ഇത് തന്നെയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെയും സഹായമില്ലാതെ മിസൈൽ ടെക്നോളജിയിൽ ഇന്ത്യ ഇന്നൊരു മഹാശക്തിയായിട്ട് മുന്നേറുകയാണ്. സോ അഗ്നി 5ന്റെ കാര്യമേ നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. അഗ്നി 6ഉം സൂര്യ മിസൈലും ഒക്കെ അപ്പോൾ ഏതായിരിക്കും റേഞ്ച് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതിന് പുറമെയാണ് ഹൈപ്പർസോണിക് വേർഷൻസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിലും ഇന്ത്യ വലിയൊരു ശക്തിയായിട്ട് മുന്നേറുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.